പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അവിടുന്ന് നമ്മെ ജീവൻസുഖരമായി നടത്തി. ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർത്ത് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. അവിടുത്തെ കൃപ ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്നത് ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കൺമണി പോലെ നമ്മെ കാത്തു സൂക്ഷിച്ചു, അവിടുന്ന് നമ്മെ പരിപാലിച്ചു. അവിടുത്തെ എല്ലാ കരുതലുകൾക്കുമായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടുന്നതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടുന്നതിന് ഇത് വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടുന്നതിന് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ വിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തമായി പഠിപ്പിക്കുകയാണ്. ഇത് വിട്ട് നീ വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുന്ന ഇടത്ത് ശുഭമായിരിക്കണമെങ്കിൽ നമുക്കറിയാം, ചിലരൊക്കെ എവിടെ ചെന്നാലും ശുഭമാകത്തില്ല. എന്നാൽ ചിലരൊക്കെ ചെല്ലുന്നിടത്ത് പച്ച വെച്ചും പുഷ്ടി വെച്ചും ഇരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. ചിലരെന്നാ ചെയ്താലും സാധിക്കത്തില്ല. എന്നാൽ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നീ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശം ഒക്കെയും അനുഗ്രഹിക്കപ്പെടും. നീ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശം നിനക്ക് തരാമെന്ന് മോശയോടുള്ള വാഗ്ദത്തമാണ്. അത് നമ്മളോടും ഉള്ള വാഗ്ദത്തമാണ്. നന്മ സുവിശേഷിക്കുന്നവരുടെ പാദം എത്ര മനോഹരം! അവര് കാലുവയ്ക്കുന്ന ഭവനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. കാലുവയ്ക്കുന്ന ഇടങ്ങളൊക്കെ വിശാലതയിലേക്കും അനുഗ്രഹത്തിലേക്കും വരും. അതുകൊണ്ട് ഇത് വിട്ടു നീ വലത്തോട്ടോ ഇടത്തോട്ടോ മാറ്. ഇത് വിട്ടൊരു പരിപാടിക്ക് നിൽക്കരുത്. ഇത് നമ്മുടെ ആഹാരമായിരിക്കണം. രാവും പകലും ഇത് നിന്റെ ധ്യാനമായിരിക്കണം. ഇത് ധ്യാനമാണെങ്കിൽ ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. യോശുവയെ ബലപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വായ യോശുവയെ ബലപ്പെടുത്തുക. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പൊ നമ്മെ കൈവിടാത്ത ഒരു ദൈവം, ഇന്നും നമ്മെ കൈവിടാത്ത ഒരു ദൈവം. അവിടുന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയിരിക്കും. അപ്പം നമ്മളോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഏത് കഷ്ടങ്ങളുടെ നടുവിലും നമ്മോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം. ഞാൻ നിന്നെ കൈവിടുകയില്ല. മനുഷ്യനൊക്കെ നമ്മളെ കൈവിടും. മനുഷ്യൻ്റെ വാക്കുകളൊക്കെ വൃഥാവാണ്. എന്നാൽ എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അവനത് നിവർത്തിക്കാതിരിക്കുമോ? ഇല്ല, 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 ഒരിക്കലുമില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പൊ നമ്മെ കൈവിടാത്ത ഒരു ദൈവം. എത്ര വലിയ വാഗ്ദത്തമാണ് ചെയ്തത്! നമ്മെ കൈവിടുകയില്ല. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ സഹോദരങ്ങൾ എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും
യഹോവ എന്നെ ചേർത്തുകൊണ്ട്. ആരെല്ലാം ഈ ലോകത്തിൽ നമ്മെ ചവിട്ടി ഉരുട്ടി തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നമ്മളെ കൈവിട്ടാലും, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളോടുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല. നമ്മെ കൈവിടാത്ത ഒരു ദൈവം, പ്രത്യേകിച്ച് കഷ്ടങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, നിന്റെ നിലവിളിയുടെ നടുവില്, ആഴത്തിൽ നിന്നുള്ള നിലവിളിയുടെ നടുവില് നിന്നെ കൈവിടാത്ത ഒരു കർത്താവ്. സഹോദരങ്ങൾ നമ്മളെ കൈവിടും, ബന്ധുക്കൾ നമ്മളെ കൈവിടും, ചാർച്ചക്കാർ നമ്മളെ കൈവിടും, മക്കൾ നമ്മളെ കൈവിടും. എന്നാൽ നമ്മെ കൈവിടാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ തൻ്റെ മാർബോട് ചേർത്തണയ്ക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അവൻ ആരിലും വലിയവൻ, അവൻ ആരിലും ഉന്നതൻ, അവൻ ആരിലും മതിയായവൻ. ആ ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല. നമ്മെ കൈവിടാത്ത ഒരു ദൈവം. നമുക്ക് അവന്റെ വാക്ക് വിശ്വസിക്കാം. അവിടുന്ന് നമ്മെ കൈവിടുകയില്ല. അടുത്ത വാക്യം പറയുന്നത്, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. അവിടുന്ന് അനീതിയുള്ള ദൈവമല്ല, നീതിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. കൂടപ്പുറപ്പുകളൊക്കെ നമ്മെ ഉപേക്ഷിച്ചേക്കാം, കണ്ടാ തിരിഞ്ഞു നടന്നേക്കാം. പ്രയാസപ്പെടേണ്ട സഹോദര, നീ ഒരു സാഹചര്യത്തിന് നടുവിൽ കൂടിയാണോ കടന്നു പോകുന്നത്? നിന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും സഹോദരങ്ങളും മക്കളുമൊക്കെ കൈവിട്ട നിന്നോട് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരും. നമുക്ക് ആലോചന പറഞ്ഞു തന്ന്, നമ്മൾ നടക്കേണ്ടുന്ന വഴി നമുക്ക് ഉപദേശിച്ചു തന്ന്, അവിടുത്തെ ആലോചന പ്രകാരം നമ്മെ നടത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ആലോചന പ്രകാരം നടക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുവാൻ ഈ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ഇത് വിട്ടു നീ വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. ഇത് വിട്ടു മാറിയാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് അഭിവൃദ്ധിപ്പെടുവാൻ, മുന്നേറുവാൻ നിനക്ക് കഴിയുകയില്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. പ്രിയ സഹോദര, നീ പിടിച്ചുകൊണ്ട് നിന്നാ മതി, കലപ്പയ്ക്ക് പിടിച്ചുകൊണ്ട് നിന്നാ മതി. അവിടുന്ന് നിന്നെ നടത്തുന്നത്. ഏത് വൈഷമ്യമുള്ള മേടുകളിലും നിന്നെ തളരാതെ, ക്ഷീണിക്കാതെ, നിന്നെ കൈവിടാതെ, ഉപേക്ഷിക്കാതെ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്, കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യോശുവയോടുള്ള ബന്ധത്തിൽ യോശുവയോട് പറഞ്ഞതാണെങ്കിലും ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് നമ്മളോടുള്ള വാഗ്ദത്തമാണ്. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. കാരണം ഇത് പറഞ്ഞത് തമ്പുരാനാണ്. സകലത്തെയും നിയന്ത്രിച്ചു ഭരിച്ചു നടത്തുന്ന, അവന്റെ വചനത്തിന്റെ ആജ്ഞയനുസരിക്കുന്ന, ഈ യൂണിവേഴ്സിൽ മുഴുവൻ അവന്റെ വാക്കിനെ അനുസരിച്ച് ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവൻ ആ ദൈവമാണ് നമ്മളോട് പറയുന്നത്, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. ആ ദൈവം നമ്മളോട് പറയുകയാണ്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ചെല്ലുന്നിടത്തൊക്കെയും സുഖമായിരിക്കേണ്ടെന്നത്. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ഉള്ളം കാൽ ചവിട്ടുന്ന ദേശം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, 2-ാം സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്, ചോദിച്ചു കൊള്ളുക, ജാതികളെയും രാജ്യങ്ങളെയും ഞാൻ നിനക്ക് അവകാശമായി തരാം. അപ്പം നമ്മുടെ ചോദ്യം കുറഞ്ഞു പോകരുത്.
നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടുന്നതിന് ഇത് വിട്ട് നീ വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടുന്നതിന് നീ രാവും പകലും ഇത് നിന്റെ ധ്യാനമാകണം. പ്രിയപ്പെട്ടവരെ, ദൈവവചന ധ്യാനത്തിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഇത് ധ്യാനിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്റെ പ്രാണന് ചൂടുപിടിക്കും. ഇത് ധ്യാനിക്കുമ്പോൾ നിന്റെ മജ്ഞയും മേധസ്സും കൊണ്ടുവന്ന പോലെ, നിന്റെ പ്രാണന് മജ്ഞയും മേധസ്സും കൊണ്ടുവന്ന പോലെ തൃപ്തി വരും. ഇത് ധ്യാനിക്കുമ്പോൾ നീ നാവെടുത്ത് സംസാരിക്കുവാനിടയാകും. ഇത് നിന്റെ ജീവിതത്തിന് ഇത് ആരോഗ്യമാണ്. നിനക്ക് ബലം പകർന്നു തരുന്നതാണ്. നിനക്ക് ഉന്മേഷം പകർന്നു തരുന്നതാണ്. ദൈവവചനം നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് രാവും പകലും ഇത് നിന്റെ ധ്യാനമായിരിക്കണം. നിന്റെ പ്രവൃത്തികൾ സാധിക്കും. എന്നാൽ നിന്റെ പ്രവൃത്തികൾ സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കും. ചെല്ലുന്നിടത്തൊക്കെ നിന്റെ പ്രവൃത്തികൾ സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന എല്ലാ വഴികളിലും കർത്താവ് നമ്മോട് കൂടെയിരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ പോകുന്ന എല്ലാ മേഖലകളിലും, നമ്മൾ സഞ്ചരിക്കുന്ന എല്ലാ ഇടങ്ങളിലും അവിടുന്ന് നമ്മോട് കൂടെയിരിക്കും. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഭയപ്പെടരുത്. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. ഭയപ്പെടരുത്. ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ്റെ ഉപനിധി അവസാനത്തോളം എന്നെ കാക്കുവാൻ അവിടുന്ന് ശക്തനാണ്. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് നമ്മെ കൈവിടുന്ന ദൈവമല്ല. നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ജീവനുള്ള ദൈവം നമ്മളോട് കൂടെയുണ്ട്. അവിടുന്ന് ഈ നിമിഷവും നമ്മളോട് കൂടെയുള്ള ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങളെ എല്ലാം ഒന്ന് മാറ്റാം. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറിലും നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ രാവും പകലും ഇത് നമ്മുടെ ധ്യാനമായിരിക്കണം. എന്നാൽ നമ്മുടെ പ്രവൃത്തികളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന്. അപ്പോൾ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. ദൈവവചനം ധ്യാനിക്കുക, പഠിക്കുക, ഇതിനു വേണ്ടി ചുമൽ കൊടുക്കുക. ഈ ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി ചുമൽ കൊടുത്തവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവരൊരിക്കലും പട്ടുപോയിട്ടില്ല, പരാജിതരായിട്ടില്ല. അതേസമയം ഇതിന് ചുമൽ കൊടുത്തിട്ട് പുറകോട്ട് മാറിയവരൊക്കെ പരാജിതരായി തീർന്നിട്ടുണ്ട്. അവരുടെ ഓട്ടം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട്. അവർ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുന്ന ഒരു ദൈവമാണ്. അവനെ മാത്രമല്ല, അവൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മുമ്പായി പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്.
ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെയുണ്ട്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇത് വിട്ട് നീ വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. നീ ചെല്ലുന്നിടത്തൊക്കെയും സുഖമായിരിക്കേണ്ടുന്നതിന്, നീ ചെല്ലുന്നിടത്തൊക്കെയും അനുഗ്രഹിക്കപ്പെടേണ്ടുന്നതിന് അവിടുന്ന് നിന്നോട് കൂടെയുണ്ട്. അവിടുന്ന് നിന്റെ സകല വഴികളിലും നിന്നോട് കൂടെയിരിക്കുന്ന ദൈവമാണ്. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.